ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രമായ ഒരുക്ക ദിനങ്ങളിലാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1 18 മുതലുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മത്തായി അധ്യായം 1 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്നാൽ കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ് പിതാവ്, മാലാഖമാർ, ആട്ടിടയന്മാർ, ഇടയന്മാർ, കുഞ്ഞാടുകൾ, മാലാഖമാർ, ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഫ്രണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ്, സാന്താക്ലോസ്, ഇങ്ങനെ കാലിത്തൊഴുത്ത്, സത്രം സൂക്ഷിപ്പുകാരൻ, ഹെറോദേസിൻ്റെ കൊട്ടാരം തുടങ്ങി നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ചിന്തകളിലെ പ്രധാനപ്പെട്ട ദർശനങ്ങളാണ് ഈ പ്രമേയ തീമുകൾ. അതിൽ പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപ്പ് പിതാവും അവരുടെ ജീവിതം, യേശു എന്ന് ആ നാമം തന്നെ ഒരുപാട് സമയം ഉരുവിട്ട് ആവർത്തിച്ച് യേശു 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 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വലിയൊരു അഭിഷേകം, ശിരസ് മുതൽ കാൽപാദം വരെ വരുന്ന വലിയൊരു അഭിഷേകം നമുക്ക് കിട്ടുകയാണ്. യേശു 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 യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ മുഖത്ത് തെളിയുന്ന ആ പ്രസാദവും പ്രകാശവും നമ്മിലെ കൃപയായിട്ടൊഴുകുകയാണ്. ആമേൻ.